ഹലോ. അപ്പോൾ രാവിലത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കൺമണി ഹെർബൽ കാജൽ ഉണ്ടാക്കാനുള്ള കുറേ ഹെർബൽ ഐറ്റംസ് നമ്മൾ ഇന്നലെ ചെന്ന് പറിക്കുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇത് ഒരുമിച്ച് നമ്മൾ കൊത്തി അരിഞ്ഞത് അരച്ചെടുത്തേക്കും കേട്ടോ. ഇനി ഇവൻ്റെ ഈ നീരില്ലേ, ഈ നീര് ഇത് ഡയറക്റ്റ് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എടുക്കുന്നതാണ് കേട്ടോ. ഡയറക്റ്റ് നീര് നമുക്ക് ഇത്രയും കിട്ടത്തില്ല, ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് കൂട്ടി ഈ ഒരു നീര് നമ്മളിങ്ങനെ എടുത്തേക്കുന്നത്. അങ്ങനെ ഈ ഒരു പാത്രം നിറച്ച് നമ്മളിത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇരിക്കുന്നതൊക്കെ കോട്ടൻ്റെ മുണ്ടാണ് കേട്ടോ. ഈ മുണ്ട് നമ്മൾ ഇതിൽ മുക്കി നല്ല രീതിക്ക് ഈ ഒരു തുണി ഇതിനകത്ത് നല്ല രീതിക്ക് സോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഈ വെള്ള കളറൊക്കെ മാറി പച്ച കളറാവും. അതിന് നമ്മൾ വെയിലത്തല്ലാതെ ഇങ്ങനെ റൂമിനകത്ത് നമ്മൾ ഈ ചെറിയ അശയൊക്കെ കെട്ടി ഇട്ട് നമ്മൾ ഉണക്കിയെടുക്കുക. അതാണ് നമ്മളെ മെത്തേഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കൊത്തില്ലേ, നമ്മൾ കൊത്ത് ചണ്ടി എന്നൊക്കെ പറയും. ഈ ഒരു സംഭവം പച്ചിലയുടെ ഇത് നല്ല രീതിക്ക് മുറത്തിൽ വെച്ച് ഉണക്കിയെടുത്തിട്ട് ഇവനെ നമ്മൾ ഈ തുണിയിൽ കിഴി കെട്ടി കത്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ കൺമഷി എഴുതുന്ന ആ ഒരു ആശ എടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ പച്ചില മരുന്നുകളെല്ലാം കൂടെ നമ്മളിത് മിക്സിയിലിട്ട് നല്ല രീതിക്ക് അടിച്ചെടുക്കുന്ന പരിപാടിയാട്ടോ ഇത്. അത് കഴിഞ്ഞ് ഇവനാണ് നമ്മുടെ നല്ല കോട്ടൺ മുണ്ട്. കണ്ടോ, ഇത്രയും നീരുണ്ട്. നമ്മൾ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത്രയും നല്ല നല്ല മഷി പോലെ അങ്ങനെ അങ്ങ് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. സംഭവം എന്നിട്ട് നമ്മൾ ഈ മുണ്ടുകളെല്ലാം കൂടെ അത് ഇങ്ങനെ മുക്കി ഇതിനകത്ത് സോക്ക് ചെയ്ത് വെക്കുക. ഈ മുണ്ടിൻ്റെ ഈ വെള്ള നിറം മാറി പച്ച കളറാവണം. അങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി മുണ്ട് മുക്കാനുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് നല്ല രീതിക്ക് ഇച്ചിരി ഒന്ന് മുക്കി അങ്ങ് എടുക്കുക. കുറച്ച് നേരം ഇതൊരു 15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത്രയും നേരം വെച്ചാൽ അത്രയും നല്ല കേട്ടോ. ഈ 2 ഉണ്ട്. മൊത്തം നമ്മൾ 4 മുണ്ടാണ് കേട്ടോ മുക്കി വെക്കാൻ പോകുന്നത്. അങ്ങനെ ഇച്ചിരി നേരം നല്ല രീതിക്ക് ഇത് സോക്കായതിന് ശേഷം നമ്മളിവനെ അങ്ങോട്ട് നമ്മൾ അയയിലോട്ട് മാറ്റി ഇടും കേട്ടോ. ഈ തുണി ഒന്ന് ഉണക്കിയെടുക്കണം. അങ്ങനെ മുണ്ടെല്ലാം സോക്ക് ചെയ്ത് ഞങ്ങളിത് വീടിനകത്ത് തന്നെ ഒരു അശ പോലെ കെട്ടി ഞങ്ങളിത് ഉണക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.